ഇന്ത്യൻ സിനിമയിലെ ഈ ക്ലാസിക് ചിത്രം യഥാർത്ഥത്തിൽ മഹാഭാരത കഥയാണ്. കർണന്റെ ദുരന്ത ജീവിതത്തിന് മണിരത്നം നൽകിയ ആധുനിക രൂപം. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമസ്കാരം. ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ കഥകൾ പലതുണ്ട്. എന്നാൽ സ്വന്തം വിധിയോട് പൊരുതി ലോകം കണ്ട ഏറ്റവും വലിയ സൗഹൃദത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു വീരൻ്റെ കഥയാണിത്. ജനിച്ചയുടനെ ഉപേക്ഷിക്കപ്പെട്ടവനാണ് സൂര്യ. അമ്മയുടെ സ്നേഹം നിഷേധിക്കപ്പെട്ടവൻ, തെരുവിൻ്റെ തീച്ചുളയിൽ വളർന്ന് സ്വന്തമായി ഒരു ലോകം തീർത്തവൻ. അവനെ തേടി ഒരു സുഹൃത്ത് വന്നു, നഗരത്തിൻ്റെ നിയമം നിർണ്ണയിക്കുന്ന രാജാവായ ദേവരാജ്. ഒന്ന് സൂര്യയാണെങ്കിൽ മറ്റേത് ഭൂമിയാണ്, ഒന്ന് ശക്തിയാണെങ്കിൽ മറ്റേത് വിശ്വാസത്തിൻ്റെ പര്യായമാണ്. അവരുടെ സൗഹൃദം ഒരു ഉടമ്പടി പോലെ തുടർന്നു, ഒരിക്കലും വേർപിരിയില്ലെന്നുള്ള പ്രതിജ്ഞ. എന്നാൽ സൂര്യയുടെ വിധി അവനെ പിന്തുടർന്നു. ഒരു വശത്ത് ദേവരാജുമായുള്ള അചഞ്ചലമായ സൗഹൃദം, മറുവശത്ത് താൻ ആരാണെന്ന് പോലും അറിയാതെ അവനെതിരെ പോരാടാൻ വരുന്ന സ്വന്തം അർത്ഥ സഹോദരൻ. ഈ ഇതിഹാസ കഥ സംവിധായകന്റെ മനസ്സിലുദിച്ചത് മഹാഭാരതത്തിലെ കർണന്റെയും ദുര്യോധന്റെയും തീവ്രമായ സൗഹൃദത്തിൽ നിന്നാണ്. കർണന്റെ ദുരന്ത ജീവിതത്തിന് ആധുനികമായ ഒരു പശ്ചാത്തലം നൽകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. കർണനെ ഇന്ത്യൻ സിനിമയിലെ സ്റ്റൈൽ മന്നൻ അവതരിപ്പിക്കണമെന്നായിരുന്നു മണിരത്നം ആഗ്രഹിച്ചിരുന്നത്. പതിവ് മാസ് ശൈലികൾ ഒഴിവാക്കി ആദ്യകാല സിനിമകളിലെ പോലെ തീവ്രമായ കഥാപാത്രമായി രജനികാന്ത് എത്തി. പക്ഷേ ദുര്യോധനൻ എന്ന ദേവരാജ് ശക്തനാകണം, എങ്കിലേ സൗഹൃദത്തിന് ആഴമുണ്ടാകും. അതിനായി സംവിധായകന്റെ മുന്നിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊരു മഹാമേരു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിലൊരാൾ, മമ്മൂട്ടി. ഈ രണ്ട് സൂപ്പർ താരങ്ങളും ആദ്യമായും അവസാനമായും ഒന്നിച്ച് അവരുടെ കെമിസ്ട്രി കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചു. ഈ സിനിമയുടെ മാന്ത്രികത അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. ക്യാമറയ്ക്ക് പിന്നിൽ സന്തോഷ് ശിവൻ തൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയ്ക്ക് സുവർണ വർണ്ണം നിറച്ചു. ഓരോ ഫ്രെയിമിലും സൂര്യരശ്മികൾ കവിത പോലെ വിരിഞ്ഞു. സൂര്യയുടെ അർത്ഥ സഹോദരനായ കളക്ടർ അർജുനെ അവതരിപ്പിക്കാൻ മണിരത്നം അരവിന്ദസ്വാമിയെ കണ്ടെത്തിയത് ഒരു പരസ്യ ചിത്രീകരണത്തിനിടെയാണ്. സിനിമയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന അരവിന്ദസ്വാമിയുടെ അരങ്ങേറ്റമായിരുന്നു ഈ ചിത്രം. പ്രധാന വില്ലനായ കാളിവർദ്ധനെ അവതരിപ്പിക്കാൻ ബോളിവുഡ് താരം അമരീഷ് പുരി എത്തിയത് അപ്രതീക്ഷിതമായിരുന്നു. വെറും 5 ദിവസത്തെ ഷൂട്ടിങ്ങിനാണ് അദ്ദേഹം വന്നതെങ്കിലും തൻ്റെ തല മൊട്ടയടിച്ച് ആ കഥാപാത്രത്തിന് അദ്ദേഹം തീവ്രത നൽകി. സന്തോഷ് ശിവൻ ക്യാമറ ഉപയോഗിച്ചത് സാധാരണ വെളിച്ചത്തിലായിരുന്നില്ല. സിനിമയിലെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് പ്രഭാതത്തിലെയും അസ്തമയത്തിലെയും ഗോൾഡൻ ഹവർ വെളിച്ചം ഉപയോഗിച്ചാണ്. ഇത് സൂര്യ എന്ന കഥാപാത്രത്തിന് ഐതിഹാസിക ഭംഗി നൽകി. കടൽക്കരയിലെ സീലൗട്ട് ഷൂട്ടുകൾ ഇന്നും വിസ്മയമാണ്. തകർപ്പൻ പാട്ടുകൾക്കപ്പുറം ചിത്രത്തിലൂടെ ഒഴുകി നടന്ന പശ്ചാത്തല സംഗീതം രണ്ട് സൗഹൃദങ്ങളുടെ വികാരങ്ങളെ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിച്ചു. കർണന്റെ കഥയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു ദുരന്തമായിരുന്നല്ലോ അന്ത്യം. എന്നാൽ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ രക്തബന്ധങ്ങളായിരുന്നു എഴുതി ചേർക്കപ്പെട്ടത്. ജോഷിയുടെ കുട്ടേട്ടൻ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് ദേവരാജനെ അവതരിപ്പിക്കാൻ മണിരത്നം മമ്മൂട്ടിയെ സമീപിക്കുന്നത്. കഥ കേട്ട ശേഷം ആദ്യം മമ്മൂട്ടി അത് നിഷേധിച്ചു. പക്ഷേ ജോഷിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് മമ്മൂട്ടി മണിരത്നവുമായി കരാറിലേർപ്പെട്ടു. സൂര്യയുടെ സഹോദരൻ അർജുനെ അവതരിപ്പിക്കാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സൗന്ദര്യമുള്ള ഒരാളെ മണിരത്നം മനസ്സിൽ കരുതി. മമ്മൂട്ടി ജയറാമിനെ നിർദ്ദേശിച്ചു. പക്ഷേ ഷെഡ്യൂളിംഗ് പൊരുത്തക്കേടുകൾ കാരണം ജയറാം പിന്മാറി. മഹാഭാരതത്തിന്റെ സമകാലിക രൂപാന്തരമാണ് ഈ സിനിമ. സുബ്ബലക്ഷ്മി എന്ന കഥാപാത്രം ദ്രൗപദിയെയും അർജുനൻ എന്ന കഥാപാത്രം അർജുനെയും കല്യാണി എന്ന കഥാപാത്രം കുന്തിയെയും അടിസ്ഥാനമാക്കിയുള്ളവയാണ്. മഹാഭാരതത്തിലെ സൂര്യദേവന്റെ മകനാണ് കർണൻ എന്നതിന് സമാനമായി സൂര്യനുമായുള്ള കഥാപാത്രത്തിന്റെ ബന്ധം ഊന്നി പറയാനാണ് സൂര്യ എന്ന പേര് എഴുതി ചേർത്തത്. മഹാഭാരതത്തിലെ കർണൻ മരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ മരണം ദുരന്തപൂർണമായിരുന്നതിനാൽ സൂര്യയെ കൊല്ലാൻ മണിരത്നം ആലോചിച്ചില്ല. മണിരത്നം രചനയും സംവിധാനവും നിർവഹിച്ച് ജി വെങ്കടേശ്വരൻ നിർമ്മിച്ച് മമ്മൂട്ടിയും രജനീകാന്തും ശ്രീവിദ്യയും ശോഭനയും ഭാനുപ്രിയയും അരവിന്ദസ്വാമിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച 1991 നവംബർ 5 റിലീസ് ചെയ്ത GV ഫിലിംസിന്റെ 167 മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ദളപതി.